ക്രൂശിത വഴിയിലൂടെ 32-ാം ദിനം. ഈ ലോക ജീവിതത്തിൽ നമ്മളിൽ ചിലരെങ്കിലും പിശാചിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണ്. എന്നാൽ ഈ നോമ്പുകാലത്ത് നാം ഒന്ന് മനസ്സിലാക്കണം, കർത്താവായ യേശുക്രിസ്തുവിന് സ്വയം സമർപ്പിച്ച് ജീവിക്കുന്നവരാരും പിശാചിനെ ഭയപ്പെടേണ്ടതില്ല. കാരണം അവിടുത്തെ കുരിശുമരണം മാത്രമല്ല, അവിടുത്തെ പ്രാർത്ഥനയും പിശാചിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ ശിഷ്യന്മാർക്ക് വേണ്ടി പിതാവിനോട് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: ഇവരെ ലോകത്തിൽ നിന്നും എടുക്കണമെന്നല്ല, മറിച്ച് ദുഷ്ടനിൽ നിന്നും കാത്തുകൊള്ളണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിലൂടെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവേ എന്ന മനോഹരമായ പ്രാർത്ഥന സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അത്ഭുത ശക്തിയുടെ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന വിശ്വാസപൂർവ്വം ചൊല്ലി നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ രോഗങ്ങൾ സുഖമാകുന്നു, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു, പിശാചിൻ്റെ കോട്ടകൾ തകരുന്നു. അതുകൊണ്ട് ഈ നോമ്പുകാലത്ത് നമുക്കുള്ളതിനെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പിശാചിനെ കെണിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന സ്തുതിയായിരിക്കട്ടെ.